പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ പുസ്തകം, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 5 തുടങ്ങിയിട്ട്. യഹൂദ രാജാവായ ഹെരോദാവിന്റെ കാലത്ത് അബിയാക്കൂരിൽ സെഖര്യാവ് എന്നു പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യ അഹരോന്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിശബത്ത് എന്നു പേർ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു. എലിശബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതിയില്ലാഞ്ഞു. ഇരുവരും വയസ്സു ചെന്നവരും ആയിരുന്നു. അവൻ കൂറിന്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്കുവന്നു. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി. സെഖര്യാവ് അവനെ കണ്ട് ഭ്രമിച്ച് പരവശനായി. ദൂതൻ അവനോട് പറഞ്ഞത്, സെഖര്യാവെ, ഭയപ്പെടേണ്ട. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിശബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടേണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവന്റെ ജനത്തിങ്കിൽ പലരും സന്തോഷിക്കും. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അവൻ ഇസ്രയേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. ഇവിടെ നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ച ഭാഗമാണ് ഹാലേലൂയ. ഇന്ന് ഹാലേലൂയ ആമേൻ. ദൈവത്തിന്റെ ആത്മാ ആ ഭാഗത്ത് തന്നെ നമ്മളോട് സംസാരിക്കാം, വിശ്വസിക്കുക, പ്രാർത്ഥനയോടായിരിക്കും. ഹാലേലൂയ. ഇവിടെ പറയുന്നത് ഹാലേലൂയ. അവിടെ യഹൂദ്യ രാജാവിന്റെ അബിയാക്കൂറിന്റെ സെക്രട്ടറി എന്ന പേരിൽ പുരോഹിതൻ ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യ അഹരോന്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിശബത്ത് എന്ന പേർ. ഇരുവരെയും കുറിച്ച് പറയുന്ന ഹാലേലൂയ ഒരു ക്വാളിറ്റി നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ച ഭാഗമാണ്. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു. എലിശബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതിയില്ല. ഇരുവരും വയസ്സു ചെന്നവരുമായിരുന്നു. ഹാലേലൂയ. അവര് ദൈവസന്നിധിയിൽ നീതിയുള്ളവരാണ്. ഹാലേലൂയ. അവര് ദൈവത്തിന്റെ കൽപ്പനകളും ന്യായങ്ങളും കുറ്റമില്ലാത്തവരായിരുന്നു. ഹാലേലൂയ. നടക്കുന്നവരായ പുരോഹിതനായിരുന്നു. അപ്പൊ ഒരാൾ പുരോഹിതൻ, ഒരാൾ പുരോഹിതനാന്റെ മകളുമായിരുന്നു. എന്നിട്ടും അവർക്കൊരു കുറവുണ്ടായിരുന്നു. അവരുടെ ഭവനത്തിൽ ഹാലേലൂയ അവർക്ക് സന്തതി ഇല്ലായിരുന്നു. ഹാലേലൂയ. അവർ മച്ചി ആയിരുന്നു. ഹാലേലൂയ ആമേൻ. അപ്പൊ അവിടെ നമ്മൾ നോക്കുമ്പോൾ അവരുടെ കുറവുകളല്ല അവർക്കൊരു സന്തതി ഇല്ലാതിരുന്നതിന്റെ കാരണം. അവർ ദീർഘനാളായി പ്രാർത്ഥിച്ചുകൊണ്ട് അവർ രണ്ടുപേരും വയസ്സ് ചെന്ന് രണ്ടുപേരും നമുക്കറിയാം, പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നവരൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ്. ദൈവത്തിന്റെ കൽപ്പനകളെല്ലാം പ്രമാണിച്ച് നടക്കുന്ന, അവർ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്. സാധാരണ ആൾക്കാരെല്ലാം പുറത്തു നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ കൂറിന്റെ ക്രമപ്രകാരം അകത്ത് കയറി യഹോവയ്ക്ക് മന്ദിരത്തിൽ ചെന്ന് ധൂപം കാണിക്കുവാനായിട്ട് നറുക്ക് വീണ മനുഷ്യൻ. അന്നത്തെ കാലത്ത് ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലുവാനായിട്ട് യോഗ്യത ലഭിച്ചു. ബാക്കിയുള്ളവരെല്ലാം പുറത്ത് നിൽക്കും, പ്രാകാരത്തിലും ഹാലേലിയ ഹാലയൊക്കെ നിൽക്കുന്ന സമയത്ത് അകത്ത് പോയി ധൂപം കാണിക്കുവാൻ തക്കവണ്ണം യോഗ്യത ലഭിച്ചൊരു മനുഷ്യനായത് ഹാല. അപ്പൊ അവരുടെ കുറവുകളല്ല, അവരുടെ ഹാലേലിയ പ്രശ്നങ്ങളല്ല ഹാലേലിയ അവർക്ക് ഹാലേലിയ ആമേൻ സ്തോത്രം മക്കളില്ലാതെ ആക്കിയത്. ചില കാലഘട്ടങ്ങളിൽ ഹാലേലിയ നമ്മൾ കാണാറുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞു, ചില ഇരുട്ടിന്റെ മേഖലയിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകും. ചില സമയങ്ങളിൽ ഇരുട്ടിന്റെ മേഖലയിൽ കടന്നു പോകുമ്പോൾ എന്തിനാ കടന്നു പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലതൊക്കെ വെളിപ്പെടാൻ വേണ്ടി, ചിലതൊക്കെ ചെയ്യിക്കാൻ വേണ്ടി ദൈവത്തിന്. നമ്മൾ എസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിച്ചു കഴിഞ്ഞാൽ പറയും ഹാലേലിയ അവൻ അസ്ഥി താഴ്വരയിൽ കൊണ്ട് നിർത്തിയിട്ട് അസ്ഥികളുടെ ഇടയിൽ ചുറ്റി ചുറ്റി നടക്കുമാറാക്കുന്നു. ചുമ്മാ അങ്ങോട്ട് കൊണ്ടു നിർത്തിയിട്ടെങ്കിൽ തിരിച്ചു കൊണ്ട് പോകുന്നതല്ല, അതിനിടയിൽ കൂടെ ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവിടെ എഴുതിയേക്കുന്ന പദം അങ്ങനെയാണ്. ഹാലയില കാണുക വെച്ചാൽ ഹാലയില അതിന്റെ ഇടയിൽ കൂടെ ചുറ്റി നടക്കുക വെച്ചാൽ അവര് പാർക്കിലല്ല ചെന്നേക്കുന്നത്. ഹാലേലിയ ഒരു എക്സിബിഷൻ ഹാളിലല്ല ചെന്നേക്കുന്നത്. അതിന്റെ ഇടയിൽ കൂടെ ചുറ്റി ചുറ്റി വേണം കണ്ണിന് ഭയങ്കര പുതിയ സാധനങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. ഹാലേലിയ അവിടെ ആയി എത്തിപ്പെട്ട സ്ഥലം എന്ന് പറയാൻ
അസ്ഥികൾ നിറഞ്ഞ താഴെ ഒരു പ്രതീക്ഷയില്ലാത്ത സ്ഥലമാണ്, ഉണങ്ങി വരേണ്ട സ്ഥലമാണ്. ഹല്ലേലൂയ. ആമേ, നമുക്ക് നോക്കുമ്പോൾ കണ്ണിന് യാതൊരു സന്തോഷവും തരാത്ത സ്ഥലമാണ്. പക്ഷെ അവിടെയും പ്രവാചകനെ കൊണ്ടു ചെന്നിട്ട് തിരിച്ചും കൊണ്ടുപോകുന്നല്ല, അവിടെ ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. എന്ന് വെച്ചാൽ കുറച്ച് കാലങ്ങളെടുത്ത് സമയമെടുത്ത് അതിനിടയിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ ഹല്ലേലൂയ, ആമേൻ, ആ പ്രവാചകന്റെ മനസ്സിലെ ചിന്ത എന്ന കർത്താവേ, എന്താ ഞാൻ ഈ അവസ്ഥയെ കൂടെ, അല്ലെങ്കിൽ എന്തുകൊണ്ടാ ഇതിനിടയിൽ കൂടെ എന്നെ ഇങ്ങനെ നടത്തുന്നത്, നീ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നേന്നൊക്കെ ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന ഹല്ലേലൂയ, ആമേൻ, ആമേ, അസ്ഥികൾ ജീവിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ആമേ, നീ ആമേ പ്രവചിക്കണം. ഹല്ലേലൂയ. അപ്പൊ ചില ആമേ ഭയങ്കരമായ വരണ്ട അവസ്ഥയെ കൂടെയും ഇരുട്ടിന്റെ മേഖലയിൽ കൂടെ ഒക്കെ കൊണ്ടുപോകുമ്പോൾ ദൈവത്തിന് അവരെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതിലേക്ക് അവരെ ആക്കി തീർക്കുവാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന നമുക്ക് മനസ്സിലാവും. അവിടെ യഹോവയുടെ വചനം ദൈവത്തിന് നേരിട്ടങ്ങ് പറയാമായിരുന്നു. പക്ഷെ ദൈവം പ്രവാചകൻ ആമേ യഹോവയുടെ വചനത്തെ പ്രവാചകന്റെ വായിലൂടെ അത് പ്രവചിച്ചപ്പോൾ നമ്മൾ കാണുന്ന ഉണങ്ങിക്കിടന്ന അസ്ഥികളൊക്കെ എഴുന്നേൽക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അവരെഴുന്നേറ്റൊരു സൈന്യമാക്കണമെങ്കിൽ ചിലതിനെയൊക്കെ സൈന്യമായി മാറ്റണമെങ്കിൽ, ചിലരെയൊക്കെ ആമേ ഉണങ്ങി വരണ്ട് ഇനി ഒരു പ്രതീക്ഷയുമില്ലാതെ കിടക്കുന്ന ചിലതിനെയൊക്കെ ആമേ എഴുന്നേൽപ്പിക്കാനായിട്ട് ചില ഇരുണ്ട അവസ്ഥയിലൂടെ, ചില വരണ്ട അവസ്ഥയിലൂടെ ഒക്കെ നമ്മൾ പോകേണ്ടി വരും. ഹല്ലേലൂയ. ഇവിടെ ആമേ നമ്മൾ സക്രിയാവിനെയും എലിസബത്തിനെയും കാണുന്നു. ഹല്ലേലൂയ. അവര് പ്രാർത്ഥിക്കുന്നവരാണ്, നീതിയുള്ളവരാണ്, ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവരാണ്. പക്ഷെ എന്നിട്ടും അവർക്കൊരു സന്തതി ഉണ്ടായില്ല. എല്ലാ മനുഷ്യരും ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്വന്തമായ ഒരു തലമുറ എന്ന് പറയുന്നത്. നമ്മൾ എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ നമ്മളെയൊക്കെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നതും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതൊക്കെ നമ്മുടെ സന്തതി നല്ലതായിരിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നായിരിക്കണം എന്ന് ഓർത്തിട്ട്. ഹല്ലേലൂയ. അവർക്ക് എന്തെങ്കിലും ഒരു വയ്യാഴിക വന്നെന്നോ, അവർക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നെന്നോ, അവർക്ക് എന്തെങ്കിലും അവരൊരു വഴിതെറ്റി മാറിപ്പോകുന്ന കേട്ട് നമുക്ക് സഹിക്കാൻ കഴിയത്തില്ല. കാരണം ഇപ്പൊ മക്കൾ അത്രത്തോളം പിന്നെ പ്രത്യേകിച്ച് അന്നത്തെ ഘട്ടത്തിൽ പച്ചയായവരെ സമൂഹം ഭയങ്കര നിന്നയോടും പരിഹാസത്തോടും നോക്കിക്കണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ അവരൊപ്പം എലിസബത്ത് തന്നെയായിരുന്നു എല്ലാവരുടെയും മുമ്പ്. പക്ഷേ അവൾ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടാകും ദൈവത്തോടല്ലേ, കർത്താവേ, എനിക്ക് മാത്രം എന്താ എന്നെ എന്തുകൊണ്ടാ എന്ന് ചോദിച്ചിട്ടുണ്ടാവും. നമ്മളവിടെ ചോദിക്കും, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ നാളുകളായി പ്രാർത്ഥിച്ചിട്ടും ഒരു വിഷയത്തിന് വിടുതലില്ല. ബാക്കിയെല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബാക്കിയെല്ലാം ഉണ്ട്. പക്ഷെ ഒരു വിഷയത്തിന് മാത്രം വിടുതല്ല. അതിങ്ങനെ അനങ്ങാത്ത പാറ പോലെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി ചോദിക്കും, ദൈവമേ എന്താ എന്തുകൊണ്ട് ഈ വിഷയം അനങ്ങുന്നില്ല, എന്തുകൊണ്ട് ഈ വിഷയത്തിന് ചലനമില്ല എന്ന്. ഇവിടെ ഇരിക്കുന്ന പലരെയും എനിക്കറിയാം. അങ്ങനെ ചില വിഷയങ്ങൾ ചലിക്കാത്ത പാറ പോലെ ഇരിക്കുന്ന വിഷയങ്ങളുമായി പ്രാർത്ഥിക്കുന്നുണ്ട്. പല പ്രാവശ്യം നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എലിസബത്ത് തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ ചോദിച്ചിട്ടുണ്ടാവും, അല്ലെ? ഇവിടെ വന്നിട്ട് അന്ന് ഒരു ദിവസം എന്നിട്ട് അവൻ കൂറിന്റെ ക്രമ ദൈവസന്നിധിയിൽ പുരോഹിതനായ ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിന്റെ ദൂതൻ മന്ദിരത്തിൽ ധൂപം കാട്ടുവാൻ അവന് നറുക്ക് വീണു. ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെ പുറത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതിനായിട്ട് അവന് പ്രത്യക്ഷനായി. സെക്കരിയ അവനെ കണ്ട് ഭ്രമിച്ച് ഭയപരവശ ദൂതൻ അവനോട് പറഞ്ഞത്, സെക്കരിയാവെ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ ഭാര്യ ഒരു എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. ഹല്ലേലൂയ. അവൻ ധൂപം കാട്ടുന്ന മാത്രയിൽ ആമേൻ ധൂപം കാട്ടിക്കൊണ്ട് അവിടെ അതിനകത്താണ് ദൂതൻ പ്രത്യക്ഷനാകുന്നത്. ദൈവ സാന്നിധ്യത്തിൽ തന്നെയാണ് ദൂതൻ അവിടെ ഇറങ്ങിയത്. ഹല്ലേലൂയ. എവിടെയെങ്കിലും ഒക്കെ ദൂതൻ ഇറങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട. അവിടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമായിരുന്ന ദൂതന്മാരെ പലപ്പോഴും പ്രാർത്ഥനാ സ്ഥലത്ത് തന്നെയാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഹല്ലേലൂയ. നമ്മൾ ദാനിയേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദാനിയേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൂതൻ വന്നിട്ട് പറയുന്നത്, നിന്റെ പ്രാർത്ഥനയ്ക്ക് നേരത്തെ ദൈവം അയച്ച ഉത്തരം പക്ഷേ അവിടെ തടയപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മറുപടി പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുതരും കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ എവിടെ ഇരുന്നാണോ നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ എവിടെയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അവിടെ തന്നെ മറുപടികൾ കടന്നു വരും. ഇവിടെ പറയുന്ന അവിടെ വന്നിട്ട് പറയുന്നത് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ പറയുന്നത് എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും. അപ്പൊ പ്രാർത്ഥനകൾ പലതും ഉണ്ടാകും. ഇപ്പൊ സാറാമ്മ സിസ്റ്ററോട് വന്നിട്ട് സാറാമ്മേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന് പറയുമ്പോഴത്തേന് സാറാമ്മ സിസ്റ്റർ പ്രാർത്ഥിക്കുന്ന 100 വിഷയങ്ങളുണ്ടാവും ചിലപ്പോ, അല്ലെ?
അപ്പൊ അടുത്ത എടുത്തു പറയും, ഹാല നിന്റെ ഭർത്താവ് ഹാലയിലെ വിടുവിക്കപ്പെടുന്നു എന്ന് പറയണേ പറയാ എനിക്ക് വന്ന എന്റെ ഏത് പ്രാർത്ഥനയാണ് ഉത്തരവായെന്ന് തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഇവിടെ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവായി ഹാല ദൈവത്തിന്റെ ഹാലയിലെ ആലോചനകൾ വരുമ്പോൾ, ദൈവത്തിന്റെ ദൂതുകൾ വരുമ്പോൾ അത് കൺഫ്യൂസിങ് ആയിട്ട് വരത്തില്ല ഒരിക്കലും. നല്ല ക്ലാരിറ്റിയോടെ തന്നെ വരും. ഹാല നീ എന്താണോ ഹാല ദൈവം എന്താണോ നിന്നോട് അറിയിക്കല അത് അങ്ങനെ തന്നെ അറിയിക്കും. ഹാലേലൂയ. ഇവിടെ പറഞ്ഞ് അല്ല നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറഞ്ഞിട്ട് തൊട്ട് അതിനോട് ചേർന്ന് തന്നെ പറയുന്നുണ്ട്. ഹാലേലിയ, ആമേ ഹാലിയ. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന പേര്, നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ട്. ഹാലേ. പിന്നെ യോഹന്നാനെ കുറിച്ചുള്ള പ്രവചനമാണ് നമ്മൾ കാണുന്നില്ല. അതെങ്ങനെയായിരിക്കും യോഹന്നാൻ ജനിക്കുന്നത്. ഹാലേലിയ. ഈ സംഭവമൊക്കെ കഴിഞ്ഞ് ഹാലേലിയ ഇതിനോട് അടുത്ത് തന്നെ ഹാലേലിയ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറഞ്ഞ ശേഷം ഹാലച്ച് മുൻപോട്ട് പോകുമ്പോൾ ഹാലേലൂയ ആമേ നമ്മൾ കാണുന്നുണ്ട്. യോഹൻ എന്താ പറയാ സക്കരിയ അത് വിശ്വസിക്കാഞ്ഞുകൊണ്ട് ചില ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചതുകൊണ്ട് അതിൽ ഊമയായി പോയതൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ അവിടെ വിടുക. നമ്മൾ അതിനുശേഷം നമ്മൾ കാണുന്ന ദൂതൻ അടുത്ത് ഇറങ്ങുന്ന മറിയെടുത്ത ഹല്ലേലൂയ. അപ്പം ആമേൻ ദൈവത്തിന്റെ ഉദ്ദേശം ഒരു യോഹന്നാനെ ജനിപ്പിക്കുക എന്നുള്ളതല്ല. ദൈവത്തിന്റെ ഉദ്ദേശം യേശു കർത്താവിന്റെ ജനനത്തിന് വഴി ഒരുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. ഹല്ലേലൂയ. യോഹന്നാന്റെ ജനനത്തിലൂടെ നമ്മൾ കാണുന്നത് അങ്ങനെ തന്നെ. യോഹന്നാൻ ജനിച്ചു, യോഹന്നാൻ മരുഭൂമിയിൽ പോയി അതിനുശേഷം വന്ന് പ്രസംഗിച്ചു, യോഹന്നാൻ തടവറയിലായി, യോഹന്നാന്റെ ആമെ കഴുത്ത് വെട്ടി യോഹന്നാൻ മരിക്കുന്നു. അവിടെ കൊണ്ട് യോഹന്നാന് തീർന്നപ്പോൾ യോഹന്നാൻ മരിക്കുന്ന സമയം തന്നെ ആകുന്നതിന് മുമ്പ് തന്നെ യേശു കർത്താവ് ശുശ്രൂഷ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അപ്പൊ കർത്താവിന് വേണ്ടിയിട്ട് വഴിയൊരുക്കാൻ വേണ്ടിയിട്ടാണ് യോഹന്നാൻ വന്നതെങ്കിൽ നമ്മുടെ ചില പ്രാർത്ഥനകളുടെ മറുപടി നമുക്ക് വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കർത്താവിന്റെ സുവിശേഷത്തിന്റെ വ്യാപാരത്തിന് വേണ്ടിയാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രാർത്ഥനയ്ക്ക് മറുപടിയൊക്കെ ഒന്ന് സന്തോഷം, ഇനി പോയി കിടന്ന് ഉറങ്ങാം. ഹാലേലൂയ. എത്ര പേര് പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നപ്പോ എനിക്ക് വന്ന ഈ മറുപടി എന്തിനാണെന്നറിയോ? കർത്താവിന്റെ ഹാലയില് രാജ്യത്തിന്റെ വിസ്തീർണതയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവം അത് എനിക്ക് ഈ മറുപടി തന്ന് എന്നെ അനുഗ്രഹിച്ചെന്ന് ചിന്തിക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ അതിനെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഹാലൂയ. അപ്പൊ നമ്മളുടെ ഇവിടെ കർത്താവിന്റെ ഉദ്ദേശം, ദൈവത്തിന്റെ ഉദ്ദേശം ചില യോഹന്നാന്മാരുടെ ജനനത്തെക്കാട്ടി കൂടുതൽ ദൈവത്തിന് ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, ദൈവരാജ്യം. ദൈവത്തിന്റെ ഹൃദയത്തിലെ സ്വപ്നം ഒന്നും മാത്രമേ ഉള്ളൂ, ദൈവരാജ്യത്തെ കുറിച്ച് മാത്രമാണ്. കാരണം സ്വർഗത്തെ ഭൂമിയിലേക്ക് സ്വർഗത്തെ പോലെ ഭൂമിയെ ആക്കി മാറ്റണം എന്നുള്ള ആ ആഗ്രഹമാണ് പലതിന്റെ മുമ്പിലേക്ക്. ഇവിടെ നമ്മൾ കാണുന്നത് സക്കരിയാവും എലിസബത്തും പ്രാർത്ഥിച്ച് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. പക്ഷെ പിന്നീട് ദൂതൻ മറിയയുടെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. നമ്മൾ മറിയയെ കുറിച്ച് നേരത്തെ ആ ഭാഗം ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പോകാത്തത്. മറിയയോട് അവിടെ ചെന്ന് ദൂതൻ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹാലേലൂയ. ആ ഭാഗം ഒന്ന് വായിക്കാവോ സിസ്റ്ററെ? ഒന്ന് വായിച്ചാൽ മതി. 26 തുടങ്ങിയിട്ട്. ആറാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്തിയെന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു, ഇതെന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തും വാർദ്ധക്യത്തിലൊരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി,
നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഗബ്രിയേൽ ദൈവം ഗബ്രിയേൽ ദൂതന് നസ്രത്ത് എന്ന ഗലീല പട്ടണം ദാവീദ് യോസഫ് എന്ന് പുരുഷന് വിവാഹം വെച്ച് കന്യയുടെ അടുക്കൽ അയച്ചു. അപ്പം ആരാ ദൂതനെ അയക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വിളിക്കുമ്പോൾ ഓടി ദൂതനെ വരികയല്ല ചെയ്യുന്നത്, ദൈവം അയക്കുക ചെയ്യുന്ന ഹാലയില്. അപ്പൊ ദൈവം ഹാലയില് കന്യകയായ മറിയുടെ അടുക്കലേക്ക് അയച്ചിട്ട് ഇവിടെ വരുന്ന വന്ദനസ്വരം കന്യയുടെ ദൂതൻ അവളോട് അടുത്ത് ചെന്ന് കൃപ ലഭിച്ചുള്ളേ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്നാണ്. അപ്പം മറിയയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചോളാം നമുക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ദൂതനെ അയച്ച് ദൈവം അങ്ങനെ ഒരു വന്ദനസ്വരം പുറപ്പെടുവിച്ച. അതിനുശേഷം പറയുന്ന കാര്യം എന്ന് വെച്ചാൽ അവളെ വാക്ക് കേട്ട് പ്രവചിച്ച് ഇതെന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവള് മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ആദ്യം പറയുന്ന അകത്ത് ചെന്ന് കൃപ ലഭിച്ചുള്ളേ നിനക്ക് വന്ദനം. അപ്പൊ ഞാൻ മറിയൊക്കെ കാണാൻ തോന്നില്ല, എന്നെ ശരിക്കും മനസ്സിലായി കാണത്തില്ല, ഞാൻ ആരാണെന്ന് അറിയാതായിരിക്കും ചിലപ്പോൾ ദൂതൻ പറഞ്ഞെന്ന് വിചാരിക്കണം എന്നർത്ഥം. അടുത്ത പറയും മറിയെന്ന് പേര് വിളിച്ച് തന്നെ ദൂതൻ വന്ദനം ചെയ്ത് എന്നിട്ട് പറയുന്നുണ്ട് ഹാലേലിയ, ദൈവത്തിന്റെ കൃപ നിനക്ക് ലഭിച്ചു. എന്താ ദൈവത്തിന്റെ കൃപ ലഭിച്ചാൽ സംഭവിക്കുന്ന കാര്യം എന്ന് ചോദിച്ചാൽ നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേർ വിളിക്കണം. ഹാലേലിയ. അപ്പൊ കൃപ ലഭിക്കുന്നവർ ചിലതൊക്കെ ഗർഭം ധരിക്കും. ഞാൻ നോർമലായിട്ടുള്ള ഗർഭധാരണത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ദൈവത്തിന്റെ കൃപ നമ്മളിൽ വന്നാൽ നമ്മൾ ദൈവത്തിന്റെ വചനം ഗർഭം ധരിക്കാൻ തുടങ്ങും. ഹാലേലൂയ. ആ ഗർഭം നമ്മൾ ധരിക്കുക മാത്രമേ, അത് പ്രസവിക്കാൻ തുടങ്ങും. ഹാലേലിയ. ആമേൻ. നമ്മളെയൊക്കെ ദൈവം കാണുന്നത് യേശുവായിട്ട് തന്നെയാണ് കാണുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മറിയയിലൂടെ ഒരു യേശു പുറത്തു വന്നെങ്കിൽ നമ്മളിലൂടെ അനേക യേശുമാർ പുറത്തു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിന് എന്ത് വേണമെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ കൃപ ലഭിക്കണം നമുക്ക്. ഹാലേലൂയ. അപ്പൊ ദൈവം കർത്താവിന്റെ ദൂതൻ വന്ന് ദൈവത്തിന്റെ കൃപ മറിയയ്ക്ക് ലഭിച്ചു എന്ന് പറഞ്ഞു. ആമേൻ. മറിയോട് പറയുമ്പോ മറിയയ്ക്ക് കൊടുക്കുന്ന ടാസ്ക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗർഭം ധരിച്ചൊരു കുഞ്ഞിനെ പ്രസവിക്കുക എന്ന് പറയുന്നു. അതൊരു ചെറിയ ടാസ്ക് അല്ല. നമ്മൾ പറയുമ്പോൾ നമ്മൾ പൈസയായിട്ട് പറയും വചനം ഗർഭം ധരിക്കണം, അത് പ്രസവിക്കണം, അനേക സന്തതികളെ നമ്മൾ പ്രസവിക്കണം എന്നൊക്കെ. പക്ഷെ ഇത് ഒരു ചെറിയ ടാസ്ക് ആണെന്ന് ആരും വിചാരിക്കില്ല. പലരും വിശേഷത്തിന്റെ മാർഗത്തിലൂടെ പോകുമ്പോൾ ലക്ഷങ്ങളെയും കോടിക്കണക്കിന് ആൾക്കാരെയും നേടുന്ന നമ്മൾ കാണാറുണ്ട്. പക്ഷെ അത് ചെറിയ പണിയല്ല. അവൻ എന്താ ചെയ്യുന്നത്? നമ്മൾ ഒരു ആത്മാവിനെ നേടുമ്പോ എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ദാവീദ് അപ്പന്റെ ആടുകളെയും കൊണ്ട് കാട്ടിപ്പോയപ്പം സിംഹം വന്ന് ആടിനെ വിഴുങ്ങിക്കളയാൻ നോക്കുക. സിംഹത്തിന്റെ വായ വലിച്ചു തുറന്നിട്ട് ആടിനെ അതിൽ നിന്ന് പിടിച്ചു വലിച്ചെടുത്തതുപോലെ പിശാച് നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വെച്ചിരിക്കുന്ന ചിലതിനെ, അവൻ വായിലാക്കുന്ന ചിലതിനെ അവന്റെ വായ തുറന്നിട്ട് അതിൽ നിന്ന് പിടിച്ചു വലിച്ചെടുക്കുന്ന പോലെയുള്ള പ്രവൃത്തിയാണ്. അതൊരു ചെറിയ പ്രവൃത്തി അല്ല. അതുകൊണ്ടാ പലർക്കും അത് ചെയ്യാൻ സാധിക്കാത്തത്. വർഷങ്ങളായി വിശ്വാസത്തിൽ വന്ന് നമ്മൾ അവൻ പ്രാർത്ഥനയുണ്ടോ ഉണ്ട്, വചനധ്യാനം ഉണ്ട്, പ്രസംഗം കേൾക്കുന്നുണ്ടോ ഉണ്ട്, പ്രവചിക്കുന്നുണ്ടോ ഉണ്ട്, അല്ലെങ്കിൽ വെളിപ്പാടുകളുണ്ടോ ഉണ്ട്, ദർശനങ്ങളുണ്ടോ, നമുക്കെല്ലാം ഉണ്ട്. പക്ഷേങ്കിൽ നമുക്ക് ആത്മാക്കളെ നേടുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കത്തില്ല. ദൈവത്തിന്റെ പ്രത്യേക കൃപ ലഭിച്ചവർക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. റെയ്നാഡ് ബോങ്കിനെ കുറിച്ചൊക്കെ നമ്മൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ ഇരുണ്ട ഭൂഖണ്ഡം എന്ന് പറഞ്ഞ ആഫ്രിക്കയിലേക്ക് ദൈവം അയച്ചിട്ട് അദ്ദേഹം ബില്യൺസ് ആൾക്കാരെ നേടിയിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന ബില്യൺസ് ആൻഡ് ബില്യൺസ് ആണ്. മില്യൺസ് അല്ല, ബില്യൺസ്. ലൂയ. അപ്പൊ അതുപോലെ ആത്മാക്കളെ നേടാൻ അദ്ദേഹത്തിന് സാധിച്ചെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ഹാലൂയ. അപ്പൊ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കും, കർത്താവേ അങ്ങയുടെ കൃപ എനിക്ക് വേണം. കാരണം ആമേ സാത്താൻ ആമേ ഇരുട്ടിലേക്ക് കൊണ്ടുപോകാൻ, നരകത്തിന് അധിപതിയാക്കാൻ വേണ്ടി ആമേ ആ ആധിപത്യത്തിലേക്ക് നടത്തുവാൻ കൊണ്ടുപോകുന്ന പലരെയും വിടുവിച്ച് ആമേ വെളിച്ചത്തിലേക്ക് ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് ആക്കി വെക്കുവാൻ വേണ്ടി എനിക്ക് ദൈവത്തിന്റെ കൃപ വേണം. ലൂയ. ആ കൃപയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കണം. ആമേ ഞാൻ പറയാൻ വന്ന ഭാഗം അങ്ങനെയല്ലെങ്കിൽ ദൈവം ആമേ പ്രഭാതി ദൂത് ഡൈവേർട്ട് ചെയ്യുന്ന ദൈവത്തിന്റെ ആഗ്രഹം ദൈവം വിടും. അപ്പൊ ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആമ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരുന്ന. ഇവിടെ പറയാം, നമ്മൾ ആദ്യം തുടങ്ങിയത് എലിസബത്ത് നിന്നും ആമേ സക്രിയാവിൽ നിന്നുമാണെങ്കിൽ ഞാൻ പറയുന്നത് ഇവിടെ. എന്നിട്ട് ദൂതൻ പറയുന്നു മറിയോട് കുറെ കാര്യങ്ങൾ പറയുന്നത്. ആ ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. മറിയ അപ്പൊ ചോദിക്കുന്നത് പുരുഷനെ അറിയാൻ ഞാൻ അതെങ്ങനെ സംഭവിക്കുന്നൊക്കെ ചോദിക്കുമ്പോൾ ദൂതൻ പറയുന്ന അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നിന്നിടം, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്നെല്ലാം പറഞ്ഞിട്ട് മറിയയിൽ
ഒരു ചലനവും നമ്മൾ കാണുന്നില്ല. ഹാലേലൂയ. പക്ഷെ അവിടെ അടുത്ത ദൂതൻ പറയുന്ന വാക്കിന് മുമ്പിലാണ് മറിയയുടെ സമർപ്പിക്കുക. എന്താ വെച്ചാ, നിന്റെ ചാർച്ചക്കാരത്തെയും, ഹാലേലൂയ, ആമേൻ, നിന്റെ ചാർച്ചക്കാർ എലിശബത്തും വാർദ്ധക്യത്തിൽ മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യം അസാധ്യം അല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ഹാലേലൂയ. അപ്പൊ എലിശബത്ത് സക്കരിയാവും പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, അവര് ദൈവസന്ധി ന്യായപ്രമാണം അനുസരിച്ച് നടക്കാഞ്ഞിട്ടല്ല, നീതിയില്ലാത്തവരായിട്ടല്ല. അവരുടെ പ്രാർത്ഥനയ്ക്ക് വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കാതിരുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അവരെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്. യോഹന്നാൻ അന്ന് കർത്താവിന്റെ വഴി ഒരുക്കാനാണ് വന്നതെങ്കിൽ എലിശബത്തിനെ ദൈവം എന്തിനു വെച്ചിരുന്നു എന്ന് ചോദിച്ചോ, ഒരു മറിയെ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ഒരുക്കാനായിട്ട് ഒരടയാളമാക്കി വെച്ചതാണ്. ഹാലേലിയ. ഞാൻ ഈ ഭാഗം നേരത്തെ പറഞ്ഞാൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അതുകൊണ്ട് ഞാൻ അത്ര ഇതിലേക്ക് വരാത്ത. അപ്പൊ ചില വിഷയങ്ങൾ ഹാലേലിയ ദീർഘകാലമായി നമ്മൾ പ്രാർത്ഥിച്ചിട്ടും അതിന് മറുപടി ഇല്ലാതെ ഇരിക്കുന്നു എങ്കിൽ പലരും ഭാരത്തോടെ വേദനയോടെ ഇതിന് നടക്കുമോ, ഇതിന് സംഭവിക്കുമോ, അതിന്മേലൊരു പ്രതീക്ഷയില്ല. ചില സമയത്തൊക്കെ നമ്മൾക്ക് തന്നെ തോന്നും ഇതിന് നടക്കാൻ വലിയ ചാൻസ് ഒന്നും ഇല്ല എന്ന് മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മനസ്സ് നമ്മളോട് പറയുമ്പോഴും നമ്മൾ അത് കേൾക്കുകയല്ല ചെയ്യേണ്ടത്, നമ്മൾ വിശ്വസിക്കണം. കാരണം ചിലതിനെയൊക്കെ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ഒരുക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കാനുള്ള അടയാളമാക്കി വെച്ചിരിക്കുന്ന ഈ വിഷയങ്ങൾ. ഈ വിഷയങ്ങൾക്ക് വിടുതൽ നടക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് വരാൻ മടിച്ചു നിൽക്കുന്ന പലരോടും ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, ആ വിടുതൽ കണ്ടോ, വർഷങ്ങളായിട്ട് വിടുതലില്ലാത്ത വിഷയത്തെ അവിടെ വിടുവിക്കപ്പെട്ടത് കണ്ടോ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു വിഷയത്തിന് വിടുതൽ അവിടെ നടന്നെങ്കിൽ ഞാൻ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ഇത് ദൈവത്തിന്റെ ആലോചനയാണ് എന്ന് പറഞ്ഞ് സമർപ്പിക്കപ്പെടുവാൻ കാരണമാക്കും. നമ്മൾ പലപ്പോഴും പല ദൈവദാസന്മാരും ദൂതുകൾ നമ്മളോട് പറയുമ്പോൾ നമ്മൾ പെട്ടെന്നൊന്നും അതൊന്നും വിശ്വസിക്കത്തില്ല. കാരണം അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നടന്ന ചില സംഭവങ്ങൾ കൂടെ പറയും. അപ്പം നമുക്കൊരു വിശ്വാസം, കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതൊക്കെ പുള്ളിക്ക് മനസ്സിലായെങ്കിൽ അപ്പൊ ഇനി വരാനുള്ള കാര്യങ്ങൾ ശരിയായിരിക്കും അല്ലെ. നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടി എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ പറയുന്നത്, നമ്മളല്ലേ ആയിരിക്കുന്ന സിറ്റുവേഷൻ അവർ പറഞ്ഞിട്ട് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി പറയുന്നു. കാരണം നേരെ കയറി പദ്ധതി പറഞ്ഞാൽ നമ്മൾ ആരും വിശ്വസിക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ, നടക്കുവോ, ഇതിനൊക്കെ ചാൻസ് ഉണ്ടോ, ഇതൊക്കെ സംഭവിക്കും എന്നൊക്കെ ചിന്തിക്കും. അവിടെയാണ് ദൈവം അതുപോലെ ഇവിടെ മറിയേനെ ദൈവത്തിന് അറിയായിരുന്നു. പെട്ടെന്ന് എന്ന് പറയുന്ന കാര്യം നിസ്സാര കാര്യമല്ല. കന്യക ഒരു സ്ത്രീയോട് പറയാണ്, ചെന്നിട്ട് ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുന്നു. ഇത്രയും നാൾ ഞാൻ പറയും, നമ്മളിപ്പം അന്നത്തെ കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടില്ല, കേട്ടുകേൾവിയില്ല ആർക്കും. ഇന്ന് നമ്മൾ മറിയെ കുറിച്ചൊക്കെ വായിച്ചും പഠിച്ചും യേശു കർത്താവ് ജനനത്തെ കുറിച്ചൊക്കെ അറിയുന്ന നമ്മളോട് ഇന്ന് വന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ? സാറാമസ്റ്റർ മുമ്പിലേക്ക് ഇപ്പൊ ദൂത വന്നിട്ട്, സാറമ്മ നിനക്ക് കുഞ്ഞിനെ തരാൻ പോവാന്ന് പറഞ്ഞത്, സാറാമസ്റ്റർ പിന്നെ ഈ പ്രായത്തിൽ ഇപ്പൊ കുഞ്ഞിനെ തരാൻ കുഴപ്പമുള്ളൂ എന്ന് പറയല്ലേ. കാരണം നമ്മൾ വിശ്വസിക്കത്തില്ല. കാരണം വെച്ചാൽ അവിടെയൊക്കെ വിശ്വസിക്കത്തില്ല, സമർപ്പിക്കത്തുമില്ല. കാരണം വെച്ചാൽ മറിയ കന്യകയായി വിവാഹനിശ്ചയം കഴിഞ്ഞിട്ട് ഒരു സഹോദരിയായിരുന്നിട്ട് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് മുമ്പേ അവിടെ സമർപ്പിച്ചായിട്ട് കാണും. പക്ഷെ നമ്മളാണെങ്കിൽ ഇന്നും ഇത്തരം വാർദ്ധക്യത്തിലായി ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഇപ്പൊ പറഞ്ഞാലും പറയും, ദൈവമേ നാളെ എന്തൊക്കെയൊന്നുകൊണ്ട് കേൾക്കേണ്ടി വരും. സമൂഹം എങ്ങനെയൊക്കെ നമ്മളെ കാണും, ഇനി എന്തൊക്കെ ഞാൻ അനുഭവിക്കേണ്ടി വരുമെന്ന് വിചാരിച്ച് നമ്മളാണെങ്കിൽ സമർപ്പിക്കത്തില്ല. കാരണം നമ്മുടെ പേരിനും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ജീവിതത്തിലൊക്കെ കളങ്കം പറ്റുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ റിസ്ക് എടുക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ എപ്പോഴും കംഫർട്ട് സോണിൽ നിന്ന് കളിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അത് പൊളിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല. അതുകൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കുന്നതിന്റെ കാരണം ഇതൊക്കെ പൊളിയാഞ്ഞാൽ മാത്രമേ, ഇതൊക്കെ പൊളിഞ്ഞ് പുറത്തിറങ്ങിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ പറയാം. അപ്പൊ നമ്മളൊക്കെ എപ്പോഴും അങ്ങനെ എന്താ പറയാ, ഇവിടെ ഇരിപ്പൊക്കെ ഇരിക്കെ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോളാം. നമ്മൾ കർത്താവിനോട് എന്നും പറയുന്നത് അതാണ്. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് നീ എന്തെങ്കിലുമൊക്കെ ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചാൽ ഞങ്ങളതൊക്കെ ചെയ്യാമെന്ന ആഗ്രഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇന്നും നമുക്ക് ചെയ്യാൻ കഴിയാതെ കൊണ്ടിരിക്കുന്നത്. ഇവിടെ എലിശബത്തിനെ ദൈവം ഒരു അടയാളമാക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അത് പറഞ്ഞ സമയത്ത് എലിശബത്ത് ഗർഭം ധരിച്ചെങ്കിൽ മറിയപ്പ ചിന്തിക്കുക, അയ്യോ ഇത്രയും വാർദ്ധക്യത്തില് ലോകം മുഴുവൻ മച്ചി എന്ന് പറയും, ഇനി ഒരു ചാൻസും ഇല്ല. അവർ രണ്ടുപേരും വയസ്സിന്ന് അവർക്കൊരു കുഞ്ഞ് ജനിച്ചെങ്കിൽ പണ്ട് അബ്രഹാമിനും സാറായിക്ക് ഒരു കുഞ്ഞ് ജനിച്ചെന്ന് പിതാക്കന്മാരുടെ ദൈവം അനുഗ്രഹിച്ചെന്നൊക്കെ പറഞ്ഞ് കേട്ട പോലെ ദൈവം ഒരു അത്ഭുതം ചെയ്തെങ്കിൽ ഈ പറഞ്ഞത് നടക്കുമായിരിക്കും.
അത് കേട്ടപ്പോഴാണ് മറിയ അവിടെ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ സമരം ദൈവത്തിന്റെ കാര്യാസം എന്ന് ഉത്തരം പറഞ്ഞു. അതിനും പറയും ഇതാ കർത്താവിന്റെ ദാസിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ഹല്ലേലൂയ. അപ്പൊ ദൂതൻ അവളെ വിട്ടുപോയി. എപ്പോഴാ? ദൂതന്റെ ഉത്തരവാദിത്വം എന്താ പറയാ? മറിയെ കൊണ്ട് സമ്മതിപ്പിക്കുക എന്നുള്ളതാണ്. മറിയെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടാണ് ദൂതൻ അവളെ വിട്ടുപോയത്. ഹാലേലിയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില ദൂതുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈ ദൂതിനോടൊപ്പം ദൈവത്തിന്റെ ദൂതന്മാരുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? ഉണ്ട്. കാരണം ദൈവത്തിന്റെ ദൂതന്മാരിലാണ് ദൈവം എപ്പോഴും ദൂത് കൊടുത്തു വിടുന്നത്. അപ്പൊ ഒരു പ്രവാചകനാണ് നമ്മൾ പ്രവചിക്കുന്നെങ്കിൽ അവിടെ അത് ദൈവത്തിന്റെ ദൂതുവാഹകരായിട്ട പ്രവാചകന്മാരെ കാണുന്നത്. അപ്പൊ ഈ ദൂതൻ നമ്മളോട് പറയുമ്പോൾ നമ്മൾ സമ്മതിക്കുമ്പോഴാണ് ആ ദൂതന് നിവർത്തിയാകുന്നത്. നമ്മളത് റിസീവ് ചെയ്യുമ്പോഴാണ് ദൂതനെ നിവർത്തിയാണ്. അതുകൊണ്ട് ചില ദൈവദാസന്മാരൊക്കെ വിശ്വസിക്കുന്നവർ ഹാലേലിയ ആ കൈയടിച്ചത് സ്വീകരിച്ചാട്ടെ എന്നൊക്കെ പറയുന്നതിന്റെ കാര്യം കൈയടിക്കണം അതൊന്നും നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഹാലേലി അത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ കാണിക്കുന്ന ഒരു പ്രോഫറ്റിക്കൽ ആക്ഷൻ ആയിട്ടൊക്കെ അവർ കാണുന്നത്. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ആ ദൂതിന് അവർ റിസീവ് ചെയ്ത് സമർപ്പിക്കുമ്പോഴാണ് ഒരു ദൂതിന് നിവർത്തീകരണം ഉണ്ടാകുന്ന. ഹാലേലൂയ. ഇവിടെ നമ്മൾ അത് കഴിഞ്ഞപ്പോ കാണുന്നുണ്ട് മറിയ എലിസബത്തിനെ തേടി ചെല്ലുന്ന എലിസബത്ത് മറിയുടെ ബന്ധനസ്വരം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഗർഭത്തിൽ പിള്ള തുള്ളി എന്നൊക്കെ നമ്മൾ കാണും. പക്ഷെ അവിടെ നമ്മൾ നോക്കുമ്പോൾ എലിസബത്ത് വായ തുറന്ന് പ്രവചിക്കുന്നതാണ്. മറിയെക്കുറിച്ച് പ്രവചനം. അപ്പൊ ചില ഇരുണ്ട കാലഘട്ടത്തിൽ കൂടെ പോയത്, ചിലർക്ക് ദൈവം നിന്റെ അകത്തേക്ക് നിക്ഷേപിച്ചത് നീ വായ പൂട്ടി മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടല്ല, ദൈവം നിന്നെ ചില ശുശ്രൂഷകളിലേക്ക് ചില വലിയ കാര്യങ്ങളിലേക്ക് നടത്തുവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ സക്കരിയാവും നമ്മൾ കാണുന്നുണ്ട്. ഒരവിശ്വാസം പറഞ്ഞത് ഊമനായി പോയി, പക്ഷെ വായ തുറന്നപ്പോൾ സക്കരിയാവും ആ പൈതലിനെ നോക്കി പ്രവചിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഹാലേലൂയ. സക്കരിയാവ് പ്രവചിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോ ഞാൻ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞു ചില കാലഘട്ടങ്ങളിൽ നമ്മളെ ചിലതിന്റെ ഇടയിലൊക്കെ ചുറ്റി നടക്കുമാറാക്കുന്നത്, ചിലതിനൊക്കെ ഡിലേ ആക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ദൈവം ചിലത് നമ്മുടെ വായിൽ തരും. മറിയാണെങ്കിൽ ഒരു ടാസ്കിന് വേണ്ടി തെരഞ്ഞെടുത്ത് മറിയോടെ പ്രവചിക്കുക തന്നെ ചെയ്യുന്നു. മറിയെ നോക്കി തന്നെ പ്രവചിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ഉത്തരത്തിൽ നമ്മുടെയൊക്കെ അകത്ത് എന്താണ് ദൈവം നിക്ഷേപിച്ചത്? യെഹെസ്കേൽ പ്രവാചകന്റെ വായിൽ ദൈവത്തിന്റെ വചനത്തെ കൊടുത്തു. മറിയയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. സക്കരിയാവിനും എലിസബത്തിനും പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഈ 4 സ്ഥലങ്ങൾ നമ്മൾ നോക്കിയാൽ കാണുന്നുണ്ട്. അവരൊക്കെ ദൈവത്തിന്റെ ശുശ്രൂഷകൾ ചെയ്യുന്നത് ദൈവത്തിന്റെ വായായിരിക്കും, ദൈവത്തിന്റെ നാവായി മാറും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ കാലഘട്ടം എടുത്താൽ നല്ല കാലഘട്ടമൊന്നുമല്ല. മറിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ മറിയ കന്യകയായിരുന്നു, വലിയ പ്രയാസമൊന്നും ഉള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ കൃപ ഒരുവളുടെ മേൽ വരണമെങ്കിൽ അവൾ ദൈവസന്നിധിയിൽ അതുപോലെ വിശ്വസ്തയായിരിക്കുമ്പോഴേ കൃപ ലഭിക്കുന്നത്. ഇതിറങ്ങി വന്ന് മറിയെ ദൈവം പണ്ട് ജനിക്കുന്നതിന് മുമ്പേ കണ്ട ആയിരിക്കും കർത്താവ് യേശു ക്രിസ്തു ഉദരത്തിൽ വഹിക്കരുത്. കാരണം യെശയ്യാ പ്രവാചകൻ കുക്കും പ്രവചിച്ചു വിട്ട ഒരു പ്രവചന ശബ്ദമുണ്ട്, കന്യയെ ഗർഭം ധരിച്ചിട്ട് മകനെ പ്രസവിക്കുമെന്ന്. ഈ പ്രവചനം വരുന്നതിന് മുമ്പേ ദൈവം മറിയെ ഒരുക്കിയിട്ടുണ്ട്. അല്ലേ? അതിനുശേഷം വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് മറിയ ജനിക്കുന്നതെങ്കിൽ ദൈവം അതിനു മുന്നമേ മറിയെ ഒരുക്കിയിട്ട് ഈ പ്രവചനം എത്തിയാൽ എപ്പോഴും പ്രവചനം എപ്പോഴും ദൈവത്തിന്റെ പ്രവചനം എപ്പോഴും ദൈവം അത് ഒരുക്കിയിട്ടാ വരുന്നത്. നമ്മളെ കുറിച്ച് പ്രവചിച്ചതിന് ശേഷം അവിടെ ഇവിടെയൊക്കെ ഒരുക്കാമെന്ന് ദൈവം വിചാരിക്കത്തില്ല. ദൈവം അതെല്ലാം സെറ്റ് ചെയ്ത് അതിനെല്ലാം അടിസ്ഥാനം ഇട്ട് അതെല്ലാം പണിതതിന് ശേഷമാണ് നമ്മളോട് പ്രവചനമായിട്ട് അത് പുറത്തു വരത്തുള്ളൂ. നമ്മളെ കുറിച്ചൊക്കെ കേട്ടേക്കുന്ന പ്രവചനങ്ങൾ ഈ ദിവസങ്ങൾ അത് നമ്മൾ പലതും വിശ്വസിക്കാതെയും പലതും സംശയിച്ചും പലതും നടക്കുമോ നടക്കത്തില്ലേ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോ ചില ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്നും സക്കരിയാവ് ചോദിച്ചതുപോലെ ഉണ്ടാകും. ചിലപ്പോ മറിയ ചോദിച്ചതുപോലെ ഉണ്ടാകും. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ നോക്കിയിട്ട് ഒരു ചലനവും ഇല്ല. ഒരു ചലനവും കാണുന്നില്ല. ഞാൻ നോക്കിയിട്ട് ഇതിന് കല്ല് പോലെ ഉറച്ചിരിക്കുന്ന വിഷയങ്ങളാണ് ഇത്. അങ്ങനെ ഇരിക്കുന്ന വിഷയങ്ങൾ മറുപടി വന്നാൽ അത് ചിലതിനെയൊക്കെ ചലിപ്പിക്കാനായിട്ട്, ചിലതിനെയൊക്കെ ഉറപ്പിക്കാനായിട്ട്, ചിലതിനെയൊക്കെ നിവർത്തീകരിക്കാനായിട്ട് അതൊരു സാക്ഷ്യമായി മാറും, അതൊരു അടയാളമാക്കി മാറ്റും ദൈവം. എലിസബത്തിനെ ഞാൻ പറയും, എലിസബത്ത് മറിയയ്ക്ക് ഒരു അടയാളമായിരുന്നു. മറിയയുടെ സമർപ്പണത്തിന് വേണ്ടി ഒരു അടയാളമായിരുന്നു എലിസബത്ത്. ആ എലിസബത്തിന്റെ വിഷയം എന്തിനു ദൈവം വെച്ചെന്ന് വെച്ചാൽ ഒരു അടയാളമാക്കാൻ വേണ്ടി ദൈവം വെച്ചതാണ്.
ഹാലേലുയ. അതുപോലെ നമ്മുടെ ചില വിഷയങ്ങൾ ഹാലേലിയ ആമേൻ ചലനമില്ലാതെ ജീവനില്ലാത്തതുപോലെ ഉണങ്ങിക്കിടക്കുന്ന അസ്ഥി പോലെ ഹാലേലിയ ഇനി ഒരു പ്രതീക്ഷയും ഇല്ല എന്ന് വിചാരിച്ച് കിടക്കുന്ന ചില വിഷയങ്ങൾ എന്തിനു വെച്ചിരിക്കുന്നു വെച്ചാൽ ദൈവം അതൊരു അടയാളമാക്കാൻ വേണ്ടി, അനേകരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി, അനേകരെ ദൈവരാജ്യത്തിലേക്ക് കൂട്ടിവരുത്താൻ വേണ്ടി ഒരു അടയാളമാക്കി വെച്ചിരിക്കുകയാണ് ഹാലേലിയ. ആ അടയാളം ഹാലേലിയ ദൈവം അങ്ങനെ വെച്ചിരിക്കുന്നെങ്കിൽ അതൊരു അടയാളമായി തന്നെ മാറും. പലരും പറയും, അത് കണ്ടോ, അവിടെ ഇത് കണ്ടോ, ഇത് സംഭവിച്ചില്ലേ, എന്നാൽ ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു പറയത്തക്ക രീതിയിൽ ലൂയ ആമീൻ അതുപോലെ ചിലതിനെയൊക്കെ ദൈവം ഈ ദിവസങ്ങളിൽ നിവർത്തീകരിക്കും. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര തന്നെ ഉണ്ടെങ്കിലും അത് ഉവ്വെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുമ്പോൾ കർത്താവിൽ നമുക്കത് ആമേനാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കേട്ട പ്രവചന ശബ്ദങ്ങളൊന്നും അത് പൂർത്തീകരണത്തിലേക്ക് എത്താതെ പോകത്തില്ല. നമ്മുടെ അല്പം അവിശ്വാസമോ, നമ്മുടെ അല്പം പ്രാർത്ഥനക്കുറവോ നമ്മുടെ ചില സംശയങ്ങൾ ഒന്നും അതിനെ നീക്കിക്കളയത്തില്ല. കാരണം ചിലതിനെയൊക്കെ ദൈവം അടയാളമാക്കാൻ വെച്ചെങ്കിൽ, ദൈവത്തിന്റെ പ്രവർത്തിക്ക് അത് മാറ്റി വെച്ചെങ്കിൽ കർത്താവിന്റെ വഴി ഒരുക്കാൻ വേണ്ടി യോഹന്നാനെ ജനിപ്പിക്കുന്നതിനെക്കാട്ടി ഉപരി കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട മറിയെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ വിഷയം നിന്നതെങ്കിൽ ആ വിഷയത്തെ ദൈവം അടയാളമാക്കി നമ്മുടെ ജീവിതത്തിലും ചില കീറാമുട്ടി പോലെ ഇരിക്കുന്ന ലൂയ ചില പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ചില വിഷയങ്ങൾ ഈ ദിവസങ്ങളിൽ അത് വിടുതൽ സംഭവിക്കുമ്പോൾ പലർക്കും ഒരു അടയാളമായി നീ മാറും. ഹാലേലൂയ. അതിനുവേണ്ടി ദൈവം ആക്കി വെച്ചിരിക്കുകയാണ്. ഹാലേലൂയ. അപ്പൊ നമ്മുടെയൊക്കെ വിഷയങ്ങൾ നടക്കാതിരിക്കുന്ന, സംഭവിക്കാതിരിക്കുന്ന, ചലനമില്ലാതിരിക്കുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ഒരു പ്രതീക്ഷയില്ലെന്ന് വിചാരിക്കുന്നതിനെ കുറിച്ച് ഹാലയുള്ള നിരാശയെല്ലാം മാറി ഈ പ്രഭാതത്തിൽ ദൈവം പരിശുദ്ധാത്മാ നമ്മൾ ഉറപ്പിക്കുന്ന പോലെ ഹാലേലിയ ഇത് വിഷയത്തിന് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് എല്ലാത്തിനും നിവർത്തീകരണമുണ്ട്. ദൈവം വാഗ്ദത്തം ചെയ്തിട്ട് അത് പൂർത്തീകരിക്കാൻ നടക്കുന്ന ദൈവമല്ല. നമ്മുടെ വാഗ്ദത്തത്തിന് മുമ്പേ ഹാലേലിയ ദൈവം അത് നിവർത്തിച്ചിട്ടാണ് അത് ദൈവം ചെയ്തിട്ടാണ് നമ്മളോടൊരു വാഗ്ദത്തം അറിയിക്കത്തുള്ളൂ. ഹാലേലിയ. അതിനുവേണ്ടി നമ്മളെ ഒരുക്കിയിട്ട് നമുക്ക് വേണ്ട സകലതും ഒരുക്കി വെച്ചിട്ടാണ് ദൈവം നമ്മളോട് ഒരു ആലോചന അറിയിക്കുന്നത്. അതുകൊണ്ട് അത് എപ്പോഴാണെങ്കിലും ദൈവത്തിന്റെ സമയം നമ്മുടെ സമയമല്ല. നമ്മൾ ക്ഷമയോട് ഞാൻ നേരത്തെ ജോളി ആന്റിയോട് പറഞ്ഞതുപോലെ ക്ഷമയോട് കാത്തിരിക്കുന്നത് നമുക്കുള്ളത് തന്നെയാണ്, നമ്മുടെ കയ്യിലേക്ക് തന്നെ വരും. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തല്ല, ദൈവത്തിന്റെ സമയത്ത്. അതിനുവേണ്ടി കാത്തിരിക്കാം. ഈ വചനത്തെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ്.